ഹായ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പയർ ചെടീനെ നമുക്ക് നല്ല ഉഷാറാക്കി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു രീതി പറഞ്ഞു തരുന്നത് വെണ്ണീർ നമ്മുടെ വീടുകളിൽ വെണ്ണീർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തൂവി കൊടുക്കാമെന്നാണ്. വെറുതെ പയറുമ്പോൾ നമ്മൾ വെണ്ണീർ തൂവി കൊടുത്താൽ പയർ ചെടിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ആദ്യം നനയ്ക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നനയ്ക്കുക, എപ്പോഴൊക്കെ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണ്, നമ്മുടെ മുഞ്ഞയും മണ്ടിരിയിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ പയറിനെ രക്ഷിക്കാനായിട്ട് പറ്റും. നല്ല കരുത്തോടെ ആ വെണ്ണീർ താഴ്ത്തി വീഴുമ്പോൾ എന്തുണ്ടാവും, അത് ചെടിക്ക് നല്ലത് തന്നെയല്ലേ. അപ്പം ഞാൻ ചെയ്യണ കാര്യമാണ് ഞാനിതിലൂടെ പറയണത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, ആദ്യം തന്നെ നമ്മൾ പയറിൻ്റെ മുകളിലേക്ക് വെള്ളം തെളിക്കണം. അപ്പോൾ നമ്മൾ പയർ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര തോന്നില്ല, അത്ര അധികമില്ല. നമ്മൾ അടുക്കളത്തോട്ടാണ് ഉദ്ദേശിക്കുന്നത്, സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇങ്ങനെ നന്നായിട്ട് വെള്ളം തെളിക്കണം. രാവിലെ വൈകുന്നേരം മാത്രമാണ് ഞാൻ ഈ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാവൂ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, കാരണം വെയിൽ നല്ലോണമല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തപ്പോൾ നോക്കിയേ, നമ്മുടെ പയർ ഉണ്ടായി നിൽക്കുന്നുണ്ടോ, കണ്ടോ പയർ ഇതവിടെ, പിന്നെ അപ്പുറത്തുണ്ടൊരു വയലറ്റ്. അപ്പോൾ പയറുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ചെയ്തിട്ട് അത് സക്സസ് ആയതാണ്. കണ്ടപ്പോൾ ഇതൊന്നും ഒരു കേടുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. മഴക്കാലത്തൊക്കെയാണ് ഇത് കുറച്ചും കൂടി പ്രാവർത്തികമാവുക. നമ്മളിപ്പോൾ വെയിലായാലും ഇപ്പോൾ നല്ല മഴക്കാറുള്ള സമയമല്ലേ, അപ്പോൾ രോഗങ്ങൾ കീടങ്ങൾ വരാതിരിക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ പയറിൻ്റെ എല്ലാ ഇലകളുടെ അടിയിലേക്കും മുകളിലേക്കും ഒക്കെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുക. കണ്ടു, നമ്മുടെ വയലറ്റ് പയർ കണ്ടു. അപ്പോൾ നന്നായിട്ട് ഉണ്ടാവും. ഇപ്പോൾ ഇതൊക്കെ ഈ കമ്പിലൊക്കെ ഇനി മുട്ടിട്ട് വരും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നന്നായി ചനച്ച് വരും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ അങ്ങോട്ട് തൂവി കൊടുക്കുക. അപ്പോൾ ഇലയുടെ അടിയിലും ആവും മേലെ ആവും എല്ലായിടത്തും ആവും. അപ്പോൾ ഈ മുഞ്ഞ അങ്ങനത്തെ മണ്ടരിയൊക്കെ വരുമ്പോഴേക്കും അതിനൊരു പ്രതിരോധ ശേഷിയാവും. കണ്ട ഈ കമ്പിലൊക്കെ ഇനി മുട്ടിട്ട് തുടങ്ങി. അപ്പോൾ നിറച്ച് ഇനി കായായി തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്ക്. നമ്മുടെ ചാരം അല്ലെങ്കിൽ വെണ്ണീറുണ്ടല്ലോ, അത് തലേ ദിവസത്തെ വെണ്ണീറുണ്ടെങ്കിൽ അതൊന്നിങ്ങനെ സിമ്പിളായിട്ടൊന്ന് തൂവി കൊടുക്കുക. കണ്ടോ പയറുണ്ടായി തുടങ്ങിയുണ്ട്. അതുപോലെ തന്നെ ഇത് ഞെടിയുമലല്ല പോണ കേട്ടോ, വെറുതെ ഒരു മടൽ വെച്ച് കഴിയുമ്പോൾ അതുമലാണ് ഇപ്പോൾ ജാഥ പോലെ പയർ പോണത്. എവിടെയെങ്കിലും കയറിയാലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ വലിയ പന്തൽ വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ എന്തെങ്കിലും 4 കമ്പ് കുത്തിയാലും നമ്മുടെ പയർ നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ വെണ്ണീർ ഇങ്ങനെ നന്നായിട്ട് എല്ലാ ഇലകളുടെ അടിയിലും കമ്പുകളിലേക്കൊക്കെ തൂവി കൊടുക്കുക. പിറ്റേ ദിവസം ഒന്നിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുക, വെള്ളമായി തൂളി കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് അതുമ്പോൾ പിടിക്കുകയും ചെയ്യും. ഈ മുഞ്ഞൊക്കെ നമ്മൾ വന്നിരിക്കുമ്പോൾ അവർക്ക് ആ പുളിരസം പറ്റില്ല, അല്ലെങ്കിൽ ഉറുമ്പിനായാലും അപ്പോൾ അവർ ഓടിപ്പോവും കേട്ടോ. അപ്പോൾ നല്ല വെയിലത്ത് ചെയ്യരുത് കേട്ടോ. വെയിലത്ത് ചെയ്താൽ ഇതൊക്കെ നമ്മൾ ചെയ്തതൊക്കെ ഇരട്ടി നഷ്ടമായിട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ പയർ ഇപ്പോൾ പടർന്ന് കയറി തുടങ്ങിയ ഉടനെ അടുത്ത സെക്ഷൻ പയർ നമ്മൾ നടണം. അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും അടുപ്പിച്ച് കിട്ടുള്ളൂ. പിന്നെ ഇതിലെല്ലാം 100% വിജയം എന്നൊന്നും ഞാൻ പറയില്ല, കാരണം നമ്മളിൽ ഫ്ലോപ്പ് ആവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. നല്ല നനവുള്ള മണ്ണിൽ മാത്രമാണ് നമ്മൾ വെണ്ണീർ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ ചെടി എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, കുറേ പ്രാവശ്യം നമ്മൾ റിക്കവർ ചെയ്ത് കൊണ്ടുവന്നതാണ് രോഗത്തിൽ നിന്ന്. അതുകൊണ്ട് 100% നമുക്ക് ഉറപ്പാണ് ഇതൊക്കെ. അത് എന്താ പറയുക, നമുക്കതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നത് കണ്ട. ഇപ്പോൾ ഇതേ പയറുണ്ടായി തുടങ്ങി. പിന്നെ ഇതുപോലെ തന്നെ ഇത് ഇവിടെയൊക്കെ മുട്ടിടാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും പയർ കിട്ടും. ഇത് ലോല എന്ന് പറഞ്ഞ പയറാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല നീളമുണ്ട്. അതൊരു 10 ഉണ്ടായി നമുക്കൊരു ചെറിയ ഉപ്പേരിയൊക്കെ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിനൊപ്പം നിങ്ങൾ ഇതിന് ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എന്താ വെച്ചാൽ നന്നായി ഇങ്ങനെ ചനച്ച് പൊട്ടി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ജൈവ സ്ലറിയുടെ വീഡിയോ കാണാത്തവർ അത് കാണുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ ഇടുന്നതിന് ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കേ.